ബില്ലും കൂടി താ കൊടുത്തലാന്നല്ലേ. അങ്ങനെ എൻ്റെ സ്വത്തുമണി ഷമത്തോമ് പോവുകയാണ്. മദർ ഇവിടേക്ക് എങ്ങോട്ട് സിയാർത്ത് പോവുകയാണ്. ഒരു മിനിറ്റ്. ഇതാണ് കേട്ടോ ചെരുപ്പ്. ഞാൻ അന്ന് കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ. അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ചെരുപ്പ്. ഇതാണ് ചെരുപ്പ്. ഒരു രസമില്ലാത്ത ചെരുപ്പ്. വെള്ളാട്ടപ്പോക്കം വന്നിട്ട് അപ്പോൾ സ്വത്ത് നേരെ നിന്ന് എങ്ങനെ ഉണ്ടല്ലേ ലുക്ക് കാണട്ടെ. ഇങ്ങോട്ട് നോക്കാം. പണ്ടാറ എന്താണ്? എത്ര 2 കുപ്പി വെള്ളമോ? ഒന്ന് കുടിക്കാനും ഒന്ന് പിന്നെ ഫ്രൂട്ട് 2 ഒരു വെള്ളം തന്നെ ആക്കിക്കണേ. ആ പൈപ്പ് നിന്നാക്കിക്കണോ? എന്തിന് ഞാൻ പറഞ്ഞില്ല 2 നല്ലതാക്കിയാൽ മതി. എന്നാ ഏതിന്ന് കുടിച്ചാലും കുഴപ്പമില്ലല്ലോ. ആ എന്തൊക്കെ ബേക്കറി ഐറ്റംസാണ് കൊണ്ടുപോകണമെന്ന്. വെള്ളാട്ടം പോക്കം തന്നെ അത് തിരിഞ്ഞാന്ന് അങ്ങോട്ട് നടക്ക്. വെള്ളാട്ടപ്പോക്കം 6:15 എത്താൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്തിന് എന്നാൽ പോയിട്ടൊക്കെ യാത്ര ചെയ്തിട്ട് ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ട് വായ കേട്ടോ. സ്വത്ത് പോയതൊരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ടായിരുന്നു കേട്ടോ. പോയി വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ദോശക്കൊക്കെ കലക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓനൊന്നും രാവിലെ കഴിക്കൂല കേട്ടോ. അങ്ങോട്ട് കൊണ്ടാക്കിയ സമയത്ത് ഒരാളും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാനും സ്വത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെ എനിക്ക് ആകെ പേടിയായി. കുട്ടീനെ ഒറ്റയ്ക്ക് ഇട്ട് പോരാനും പറ്റൂലല്ലോ. ഞാനെന്താ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. നിൽക്കാച്ചാൽ എൻ്റെ വീട്ടിലും പോകണം. അങ്ങനെ ഒരു ടെൻഷനിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നേരം വഴുകുക പോകാൻ. ഒരു 10 മണിയാകുമ്പോഴത്തേന് എങ്ങനെയായാലും പോകണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. മദ്രസ ചെന്നില്ലേനും സിയാറത്ത് പോണ കാരണം പിന്നെ എന്താണ് ഇന്ന് റേഞ്ചും ആണ് കേട്ടോ. അത് കാരണം എന്നാൽ ഒന്ന് വീട്ടിൽ പോയി പോരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ഓനെ കൊണ്ടാക്കി വന്ന സമയത്തടക്കം എന്താ ഇരുട്ടാണ് കേട്ടോ. അല്ലാതെ വെളിച്ചം വന്നിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കൊടുന്നാക്കി പോരുകയാണ്. അന്നെ മദ്രസക്ക് ആക്കി തരാമെന്ന് വിചാരിച്ച് ഞാൻ പോകുന്ന സമയത്ത് അവിടെ പിന്നെ ഓരോരുത്തരായിട്ട് വന്നു. മിന്നുവിനെ വെച്ചാൽ ജലദോഷമായിട്ട് തീരെ വയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ടോ ഇല്ലല്ലേ? എവിടെ വേദന പറഞ്ഞു? അവിടെയാണോ വിളിച്ച? അവിടെ നീരിറങ്ങിയിട്ടുണ്ടാവും. അതാ ഒരു ഗുളിക തന്നാൽ മാറിക്കോളൂ കേട്ടോ. അങ്ങനെ മിന്നു കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ ഉഷാറായി. എന്നിട്ട് അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വിളിക്കാണ്ട് ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വായോന്ന് പറഞ്ഞിട്ട് ഞാൻ ഓളെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഓള് ചായ ആയിക്കോട്ടെ ഞാൻ ചായ കുടിക്കാം നമുക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ സോപ്പിട്ടിട്ട് അങ്ങനെ ചായ കൊടുത്തു. ഞാനും ചായ കുടിച്ചു. അപ്പം ചായ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പച്ചവെള്ളം കുടിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലല്ലേ കൊടുമുടി വളവിലിറങ്ങി ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ നിന്ന് ഒരു സംഭവം ഉണ്ടായി. മിന്നുവിൻ്റെ മുഖത്ത് ഒരു കുട്ടിയുടെ നഖം തട്ടി. ഒരുപാട് നഖം വളർത്തിയിട്ടുണ്ടായിരുന്നു ആ കുട്ടി. അപ്പോൾ ആ കുട്ടിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്താനായിരുന്നു. അപ്പോൾ ആ കുട്ടി ഇറങ്ങേണ്ട സമയത്താണ് കുട്ടിയുടെ നഖം മിന്നുവിൻ്റെ മുഖത്ത് തട്ടിയത് കേട്ടോ. ഓള് ഒരുപാട് കരഞ്ഞു. ഞാൻ ആദ്യം അത്ര സീരിയസ് ആയില്ല കേട്ടോ. പിന്നെ അവളോട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നല്ലൊരു മുറി ഉണ്ടായിരുന്നു കേട്ടോ മുഖത്ത്. ഇതാണ് മുറി. ഞാനുള്ള കരയുന്നുണ്ടപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല കേട്ടോ. പിന്നെ പിന്നെയാണ് ഞാൻ എന്താപ്പോൾ ഇങ്ങനെ മിന്നു കരയണ വെച്ചിട്ട് നോക്കിയത്. അപ്പം നോക്കി നോക്കുമ്പോൾ നല്ലൊരു മുറിയുണ്ട്. അങ്ങനെ ഞങ്ങളിതാ നടന്നു ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക. ഞാൻ അവിടെ എത്തട്ടെ. അമ്മാനും അംഗനവാടി പോയിക്കണമെന്നാവല്ലേ? ഇന്ന് ശനിയാഴ്ച അല്ലേ? ചിലപ്പോൾ ഉണ്ടാവും.
4 മണിക്കുള്ള ബസ്സിനാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഞങ്ങൾ പോരുന്ന സമയത്ത് മിന്നുവിന് അവർ തേക്കണ മിന്നു പൊന്നൊക്കെ ഐലൈനർ തേച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് വാങ്ങണം വിചാരിച്ച് ഞാൻ ഫാൻസി കയറിയതാണ് കേട്ടോ. ആ സമയത്ത് ബാഗ് കണ്ടു. എൻ്റെ ഒരു വീക്ക്നെസ് ആയ സാധനമാണ് ഈ ഒരു സാധനം. അപ്പോൾ ഞാൻ പേഴ്സും ബാഗും ഒക്കെ വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് 110 രൂപ തോന്നുന്നുണ്ട് ഇതിൻ്റെ റേറ്റ്. പിന്നെ കുറേ ബാഗൊക്കെ ഇങ്ങനെ നോക്കി. സാധാ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മാതിരിയുള്ള ബാഗുകളാണ് കേട്ടോ അത്. ബാഗ് ഐറ്റംസ് ഇങ്ങനെ കാണുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ചെറുത് നമുക്ക് ചില്ലറ പൈസ അല്ല നോട്ട് അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ കുഞ്ഞു 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 സാധനങ്ങൾ. വലിയ റേറ്റും ഇല്ല കേട്ടോ. അതാണ് എനിക്ക് അധികം ഇഷ്ടമായത്. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വലിയതൊക്കെ ഞാൻ എടുത്ത് നോക്കി കേട്ടോ. എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് കേട്ടോ. അത് വലിയ ഹാൻഡ് ബാഗാണ്. ഇതിൻ്റെ മുന്നേ ഞാനൊരു നീല ബാഗ് പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു മോഡല് ബാഗ്, പക്ഷെ വലിയ റേറ്റൊന്നുമില്ല കേട്ടോ ഇതിന്. ഇതും സാധാ നമുക്കൊക്കെ മേടിക്കാൻ പറ്റിയ ഒരു ബാഗാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതൊരു വെറൈറ്റി സാധനം പോലെ തോന്നി. അതിൻ്റെ ഇടയ്ക്ക് മിന്നു ഇതൊന്നും ഇട്ടരുമോ ചോദിച്ചിങ്ങാണ്ട്. പക്ഷെ സംഭവം ചെരുപ്പ് അടിപൊളി കേട്ടോ. അതിൻ്റെ സൈസ് ഓള സൈസ് അല്ലായിരുന്നു അത്. സൈസ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ എടുക്കണില്ല കേട്ടോ. ഇങ്ങനെ ഈ ബാഗൊക്കെ ഇഷ്ടമായില്ല. ആ തലക്കായിരിക്കണം ആ നീല ബ്ലൂ കളറുള്ള അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ പിന്നെ നമ്മൾ തോളിലിടുന്ന ആ വള്ളി പോലും, ആ വള്ളിക്ക് എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. വള്ളിന്ന് തന്നെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അതുപോലും വീതിയുള്ളൊരു സൈസായിട്ട്. കാരണം ബ്ലൂ കളറാണ് ബാഗെങ്കിലും ബ്ലൂ കളറല്ല അതിൻ്റെ തോളിലിടുന്ന ആ വള്ളിക്ക് വരുന്നത്, ആ കളറല്ല കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വേറെ ചെരുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് മിന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഠായി വാങ്ങണം. ഓളെന്നെ പൈസ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിഠായി വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സാധനമാണ് വാങ്ങിയത് കേട്ടോ. എനിക്കൊരു കൗതുകം തോന്നി. ഞാൻ ആദ്യമായിട്ട് വാങ്ങാം കേട്ടോ. ചിലരൊക്കെ വാങ്ങണവരുണ്ടാവാം, പക്ഷേ എല്ലാവരും ഇത് കണ്ടപ്പോൾ പറഞ്ഞത് വാങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുറിക്കുമ്പോൾ ഇത് പോവോ ഇല്ലേ എന്നുള്ള സംശയത്തിലാണ് ഞാൻ മുറിക്കുന്നത് കേട്ടോ. എങ്ങനെയായാലും എപ്പോൾ കുട്ടികൾക്ക് മിഠായി വാങ്ങാനായാലും എനിക്കും വാങ്ങും കേട്ടോ. എനിക്കും നമ്മളിപ്പോൾ കുട്ടി ചെറുതായിട്ട് തന്നെയല്ലേ വലുതായിക്കണം. അപ്പോൾ എനിക്കും ഇഷ്ടമായിട്ട മിഠായിയൊക്കെ ഇങ്ങനെ കുട്ടികൾ തിന്നണമൊക്കെ ഇങ്ങനെ തിന്നാനായിട്ട്. അങ്ങനെ തിന്നൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ നാളെ കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നാളേക്കുള്ള രാവിലെ നീച്ചിട്ട് പിന്നെ അത് വെച്ചുണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളല്ലേ. പിന്നെ കാക്കയ്ക്ക് രാവിലെ കൊണ്ടുപോകും വേണം. എങ്ങനെയായാലും 4 മണിക്ക് നീച്ച് ചോറ് വെക്കണം. അപ്പോൾ രാവിലെ മാന്തൾ തപ്പിട്ട് വെക്കാനാണ് കേട്ടോ ഞാൻ പ്ലാന്. പിന്നെ ഉമ്മാക്ക് ഈ ഒരു തരണ്ടി ഞാൻ നേരെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് മസാല കൂട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ രാവിലെ നീച്ചിട്ട് പൊരിച്ചാൽ മതിയല്ലോ. പിന്നെ ഈ ഒരു മീൻ ഭയങ്കര രസമുള്ളൊരു മീനാണ് കേട്ടോ. ഈ സാധനത്തിൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല. പറയുമ്പോഴുള്ള ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ശ്രദ്ധിക്കാത്ത കാരണം കുറേ അബദ്ധങ്ങൾ എൻ്റെ അടുത്ത് പറ്റുന്നുണ്ട്. നമ്മളെ ചക്കക്കുരു ആദ്യമായിട്ട് കറി വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇക്കൊല്ലത്തെ ആദ്യമായിട്ടുള്ള കറിയാണ്. സംഭവം പിന്നെ അടിപൊളിയായിക്കാരം കറി. കാരണം ചക്കക്കുരു കാരണം ഇവിടെ ഒരു വീക്ക്നെസ് എല്ലാവർക്കും. എന്ത് കറി ഉണ്ടെങ്കിലും അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചക്കക്കുരു കറി കൂട്ടിയിട്ട് എന്തും കഴിക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങനെ മിന്നുവിനാച്ച ജലദോഷം കാരണം ഒരു സുഖമില്ല, ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മിന്നുവിന് ഞാൻ ചീത്ത പറയലോർത്തി എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ കഞ്ഞിയും മീൻ പൊരിച്ചതുമാണ് കേട്ടോ കൊടുക്കുന്നത്. മീൻ പൊരിച്ചത് നല്ലതൊന്നുമല്ല പനിക്കുന്ന സമയത്ത്, പക്ഷെ എന്നാലും അത് കൂട്ടിയിട്ട് എങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഞ്ഞി കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ സ്വത്തുമണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി 9 മണി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഓന് വന്നത്. ഇനി ഓൻ്റെ വിശേഷങ്ങൾ കുറച്ച് കേൾക്കാം നമുക്ക്. യാത്രയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തോ. രാവിലെ എന്താ ഫുഡ്? ചിക്കൻ കറി ചായ. പിന്നെ ഉച്ചക്ക് കേൾക്കണില്ല. ചോറില്ലേ, ബിരിയാണി, ഗ്രേവി, നെയ്ച്ചോറ് പോലെ.
അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സ്വത്തുമണിക്ക് തിന്നാൻ പറ്റിയില്ല. കാക്ക ഞാൻ അങ്ങനെ ഇരിക്കുന്നത് കാക്കണ്ട് ബാഗ് കൂടി എന്തോ സാധനം നിഹാല് മണ്ടി പോണ ആരുണ്ട് എന്തോ സാധനം എടുത്ത് പോയി. പിന്നെ അവസാനോട് പറഞ്ഞു അപ്പോൾ സാധനം ആടോ കുട്ടികളോ ഇനി വേണോ ചോറ് കഴിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോകും. ആരെന്തേ വാണെന്ന് പറഞ്ഞാൽ തരൂല്ലായിരുന്നോ? വേണമെന്ന് പറഞ്ഞാൽ തരുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് തിന്നായിരുന്നില്ല ഫുള്ള് വയറാണ്. അപ്പോൾ ഈ ചിപ്സും കാര്യങ്ങളൊക്കെ തിന്നിട്ടാണേ. അതല്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരെ പറയണേ അതാ കാക്ക വന്ന് കാലിട്ടുണ്ടാക്കാനൊക്കെ വേണ്ടത് ഒരിക്കാരം പിടിയിട്ടിരുന്നു. അത് നമുക്ക് അർപ്പന്നല്ലേ. ഫോണൊന്നും ഇല്ലാതെ ഹെഡ്സെറ്റ് മാത്രമേ കൊണ്ടുവന്നിട്ട് സ്വത്തുമണി അങ്ങനെ എന്തിനാ അത് നാട്ടിക്കുന്നത് എന്തിനാണ്. അപ്പൊ സംഭവം ഉഷാറായിരുന്നു അല്ലേ, റാഹത്തായി. പിന്നെ ഗൈസ് എന്താണ് ഫോണല്ലേ, ഫോണിന്റെ കാര്യല്ലേ തള്ളാൻ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് പൊട്ടിക്കുന്നില്ല. ആ ഒരു മിന്നൊരു പ്രത്യേകതരം ഒരു സാധനം ഉണ്ടായി. എന്താണ്? ഞാൻ ചോറ് തിന്നാൻ ഫോൺ എടുത്ത് വെറുതെ ഏതെങ്കിലും കളിയുണ്ടോ എന്ന് തപ്പുകയായിരുന്നു ഞാൻ. എന്നിട്ട് നിലത്ത് വീണ് സൗണ്ട് കേട്ടത് ഓടി വന്നു ഇമ്മ. എന്താ പറ്റി? ഫോണ് വീണോ, ഡിസ്പ്ലേ പോയി. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ സ്വപ്നം മാത്രം. സ്വപ്നമല്ല. എങ്ങനെയായിരുന്നു? വേറെ ഫോൺ വാങ്ങുക അതൊക്കെ ഫോൺ വാങ്ങണം, പുതിയ ഫോൺ. ചെറിയ പ്രായം 11 വയസ്സ് അണക്ക് ഇപ്പൊ തന്നെ ഫോൺ ഉപയോഗിക്കാനായിട്ടില്ല. ആയണ സമയത്ത് ഇൻഷാല്ലാ വാങ്ങിത്തന്നെ. പാമ്പും കോണി ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇന്നത്തോടു കൂടെ നമ്മളെ പിന്നെന്താ ചാനല് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ മനസ്സിലായി എന്ന് പറഞ്ഞ കയ്യാട്ട് ആളാ പൊട്ട. അത് നമ്മളെ കാണിച്ചതല്ല, അത് ഒരു ടൂർ ബസിന്റെ അല്ലേ ഓണ. ശരിയാണ്. പുതിയ മരുകള് വന്നിക്കണു. പുതിയ മരുകള് പാത്രം കഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്താ. കാലിന് വയ്യ, കാല് തീരെ സുഖമില്ല എന്ന് പറഞ്ഞു. അത് കട്ടിക്ക അതെടുക്കാൻ പറ്റൂല, എനിക്ക് വേണം. അപ്പൊ നമ്മളെ ചാനല് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അല്ലേ. പരാതിയൊന്നുമില്ല. ഓടാതെ ഉണ്ട്.